ഹലോ ഗൈസ്, വെൽക്കം ടു എ റാൻഡം വ്ലോഗ് വെയർ വി കുക്ക്. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ്. സോ അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി വേണം. പിന്നെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗരം മസാല കുറച്ച് ആഡ് ചെയ്യാം. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുളക് പൊടി ആഡ് ചെയ്യുന്നത് കൂടാതെ തന്നെ നിങ്ങൾ ലൈക്ക് കാശ്മീരി ചില്ലിയും കൂടെ ആഡ് ചെയ്യണമെങ്കിലാണ് നമുക്കൊരു കളർ കിട്ടത്തുള്ളൂ. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം. എല്ലാം കൂടെ ആഡ് ചെയ്ത് നിങ്ങൾ അവസാനം എരിഞ്ഞ് ചാവരുത്. സോ ഇതെല്ലാം കൂടെ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പൊടി കിട്ടും. ഇതാണ് മെയിൻ മസാല. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് സവോളയാണ്. സവോള ഇങ്ങനെ കുനുകുനാന്ന് വേണം നിങ്ങൾ അരിഞ്ഞെടുക്കാനായിട്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഇല്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യണതിൽ തന്നെ അർത്ഥമില്ലല്ലോ. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. സോ മാരിനേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഇതിലേക്ക് ചേർക്കേണ്ടത് എന്ന് ചോദിച്ചാൽ മറ്റൊന്നല്ല, തൈരാണ്. സോ തൈര് ചേർക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു ചിക്കൻ്റെ ടെക്സ്ചർ ഒന്ന് നല്ല രീതിയിൽ ആവാൻ വേണ്ടിയിട്ടും അറ്റ് ദ സെയിം ടൈം ഒരു ചെറിയ പുളിയും കൂടെ വരാൻ വേണ്ടിയിട്ടാണ്. ഉപ്പും മുളകും നമ്മൾ ചേർത്ത മസാലയും കാര്യങ്ങളൊക്കെ ആവശ്യത്തിനുണ്ടോ, തൈരൊക്കെ ആവശ്യത്തിനുണ്ടോ നിങ്ങൾക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ ഫുൾ മാരിനേഷൻ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുക. അല്ല, ഒരു കാര്യം നമ്മൾ ചേർക്കാൻ പറഞ്ഞു, ഈ സവാള അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് നിങ്ങൾ നല്ല രീതിയിൽ ഇളക്കിയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഏകദേശം ഒരു അരമണിക്കൂറോളം നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. ബിക്കോസ് ദാറ്റ്സ് ഇനഫ്. പിന്നെ നമ്മൾ അതിന് ശേഷം മുട്ട ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം മുട്ടയും അതേപോലെ തന്നെ നമുക്ക് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഭയങ്കര ചിക്കനെ കുറച്ചുകൂടെ ക്രിസ്പ് ആക്കുന്നതിൽ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ നോക്കുന്ന സമയം കളയാതെ നമ്മൾ ചിക്കൻ വറക്കേണ്ട സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യം നമ്മൾ പാൻ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കുറച്ചായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ നമ്മൾ ഈ റെസിപ്പി ഫോളോ ചെയ്ത് ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് വറന്ന് വന്നു കഴിയുമ്പോൾ നല്ലൊരു അടിപൊളി സ്മെല്ല് വരുന്നതായിരിക്കും. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. സോ ഡു ട്രൈ ഇറ്റ് ഔട്ട് ഗൈസ്. അടുത്ത വ്ലോഗിൽ കാണാം. ബൈ.